ഇന്ന് വീട്ടിൽ കറി വെക്കാനൊന്നുമില്ലേ? ഇന്ന് അതാ പിടിച്ചോ, കറി വെക്കാൻ പച്ചക്കറിയുടെ ഒന്നും ആവശ്യമില്ല. പച്ചക്കറി ഇല്ലാതെ വെറും 2 മിനിറ്റ് കൊണ്ട് നമുക്ക് അടിപൊളിയായ ഒരു ഒഴിച്ച് കറി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു മിക്സിയുടെ ജാർ ഇട്ടാൽ, എന്നിട്ട് അതിലേക്ക് അരമുറി നാളികേരം ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് ഒരു 3-4 ചെറിയ ഉള്ളിയാണ് കേട്ടോ. സവോളയാണെങ്കിലും പകരം എടുക്കാം. സവോളയാകുമ്പോൾ ഒരു 1/4 സവോളയൊക്കെ മതി. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മുഴുവൻ മുളകാണ് എടുക്കണേ. 4 മുഴുവൻ മുളക് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ല എരിവുള്ളതുകൊണ്ട് 4 എടുത്തിട്ടുള്ളൂ. എരിവ് കുറവാണെങ്കിൽ ഒരു 6 വരെയൊക്കെ എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ മുളക് പൊടിയാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ചിലരൊക്കെ അതിന് ചുട്ട മുളക് എടുക്കുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ചുട്ടുമുളകിൻ്റെ ആവശ്യമില്ല. നമുക്കിങ്ങനെ ഉണക്കമുളക് അങ്ങനെ തന്നെ എടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിപ്പൊടിക്ക് പകരം നമുക്ക് മുഴുവൻ മല്ലി കയ്യിലുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ മുഴുവൻ മല്ലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടിയാണ് എടുത്തത്. പിന്നെ കുറച്ച് പുളി, ഇതിനാവശ്യമുള്ള ഒരു പുളി, അത് വാളൻപുളി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മളിത് വെക്കുന്നത് ഞാൻ ചട്ടിയിലാണ് കേട്ടോ വെക്കണേ. ചട്ടി എടുത്തിട്ട് നമുക്ക് ഈ അരച്ച പേസ്റ്റ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കഴുകിയെടുത്തിട്ട് ആ വെള്ളം കൂടി അതിലൊഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ വെള്ളം ചേർക്കണതൊക്കെ നമ്മുടെ ചാറ് എത്ര വേണം അതിനുള്ള പാകത്തിനായിരിക്കണം വെള്ളം ചേർക്കണത്. നമുക്ക് നല്ല ചാറ് കൂടുതൽ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചധികം ചാറ് ഒഴിക്കാം. അപ്പോൾ നാളികേരത്തിൻ്റെ അളവ് അതിനനുസരിച്ച് കൂടുതലെടുത്താൽ മതി കേട്ടോ. ഏറ്റവും നല്ലത് ഇങ്ങനെ നല്ല കട്ടിയായിട്ട് കുറുകുറുന്നനെ ഇരിക്കണ ചാറായിട്ട് എടുക്കണതാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് അധികം നേരമൊന്നും വേണ്ട, അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. നല്ലപോലെ മിക്സ് ആയതിന് ശേഷം ഇതിൽ നമ്മൾ സാധനം കൂടിയും ചേർക്കുന്നുണ്ട്. കുറച്ച് ഉലുവാപ്പൊടി കേട്ടോ. അത് വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇത് വേണമെങ്കിൽ നമുക്ക് ആ നാളികേരം അരയ്ക്കണതിൻ്റെ ഒപ്പം വേണമെങ്കിലും ചേർക്കാം കേട്ടോ. പിന്നെ അത് സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കുക. അങ്ങനെ വെച്ചിട്ട് പിന്നെ എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. പിന്നെ അത് നല്ല പോലെ തിളയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇത് തിളച്ച് കഴിഞ്ഞാൽ ഈ കറിയുടെ ടേസ്റ്റ് വേറൊരു ടേസ്റ്റായിട്ട് മാറും കേട്ടോ. പിന്നെ ഇത് പച്ചക്കറിയൊന്നും ഇല്ലയെന്ന് വെച്ചിട്ട് സാധില്ലാന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. നല്ല മീൻചാറിൻ്റെയൊക്കെ ടേസ്റ്റ് ആയിരിക്കും ഇത്. മീൻ കിട്ടാത്ത ദിവസമൊക്കെ നമുക്കിത് ഉണ്ടാക്കി നോക്കാം കേട്ടോ. മീനില്ലാത്തൊരു മീൻചാറ് എന്ന് പറയാം. ഇതിപ്പോൾ ഒന്ന് നല്ല പോലെ ആവി കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ വറുത്തിടാനുള്ള പരിപാടി നോക്കി ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. ഞാനെപ്പോഴും പറയാനുള്ള പോലെ നാടൻ കറികളാകുമ്പോൾ വെളിച്ചെണ്ണയിൽ വറുത്തിടുന്നതാണ് കേട്ടോ ടേസ്റ്റ്. കുറച്ച് കടുക് പൊട്ടിച്ചു. അതിനുശേഷം കുഞ്ഞുള്ളി അരിഞ്ഞത് ഒരു 6 കേട്ടോ എടുത്തിട്ടുള്ളത്. അത് കുഞ്ഞിതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് മുഴുവൻ മുളക് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. 2 ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. നന്നായി അത് ഇളക്കി കൊടുത്തു കേട്ടോ. പിന്നെ ഈ കറികൾ വറുത്തിടുമ്പോഴും മീൻ വറുക്കുമ്പോഴൊക്കെ എനിക്ക് ഓർമ്മ വരുന്ന ഒരു ഇൻസിഡൻറ്റ് ഉണ്ട് കേട്ടോ. പണ്ട് ചെറുപ്പത്തിൽ, അത്ര ചെറുപ്പത്തിലൊന്നല്ല, ഒരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അമ്മ മീൻ വറുക്കുമ്പോൾ ഇങ്ങനെ സ്റ്റൗവിൻ്റെ കടക്കിൽ കാത്തിരുന്ന് നോക്കിയിരുന്ന് മീൻ പൊട്ടിത്തെറിച്ചിട്ട് കണ്ണിൻ്റെ ചോട പൊള്ളിയത് എനിക്കിപ്പോഴും ഓർമ്മ വരുന്നു കേട്ടോ. അന്ന് കണ്ണിൻ്റെ താഴെ നല്ല അടിപൊളി പൊള്ളിട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം സ്കൂളിൽ പോയപ്പോഴൊക്കെ എല്ലാവരും ചോദിച്ച് കളിയാക്കി ചിരിച്ചായിരുന്നു തന്നെ കേട്ടോ. ഇപ്പം എന്താണാവോ ഇത് ഈ വീഡിയോന് വോയിസ് കൊടുക്കുമ്പോൾ എണ്ണയിൽ ഉള്ളിയിട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ സംഭവം ഓർമ്മ വന്നിട്ടോ. അപ്പം ഞാനത് നിങ്ങളോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഇവരൊക്കെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഉള്ളിയും മുളകൊക്കെ നന്നായി മൊരിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഈ കറിയിലത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനത് എന്നത്തെയും പോലെ കുറച്ച് നേരം അടച്ച് വെച്ചു കേട്ടോ, മണ്ണൊക്കെ അതിൻ്റെ ഉള്ളിലൊന്ന് പിടിക്കാനായിട്ട്. പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, അടിപൊളി ഒരു ഒഴിച്ച് കറിയാണിത്. ഇത് ചോറിൻ്റെ കൂടെ അടിപൊളി.